ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. നമ്മളിന്ന് തൃപ്തിയുടെ ആൻറ്റിയുടെ വീട്ടിലാണ്. അവിടെ പുലാവ് ഉണ്ടാക്കുകയാണ്. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 250 ഗ്രാമോളം സോയാബീന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു 10 മിനിറ്റ് മുമ്പ്. അത് കഴിഞ്ഞിട്ട് വെള്ളമൊന്ന് പിഴിഞ്ഞിട്ട് അത് വറുത്തെടുക്കാൻ കുക്കറിലിട്ടേക്കുകയാണ്. അതുപോലെ 300 ഗ്രാംസ് ഓഫ് കോളിഫ്ലവർ ഉണ്ട്, ഒരു 200 ഗ്രാം ക്യാബേജ് ഉണ്ട്, പിന്നെ 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, ഇത് തൃപ്തിയുടെ ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഹെൽപ്പിംഗ് ഹാൻഡാണെന്നേ ഉള്ളത്. ആദ്യം നമ്മൾ സോയാബീൻ വറുത്ത് കോരിയതിലേക്ക് എണ്ണയിലേക്ക് കോളിഫ്ലവറും ക്യാരറ്റും കൂടി ഇട്ട് വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 കിലോ അരി കഴുകിയിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വറുത്ത് കോരി കഴിഞ്ഞുടനെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഖടാ മസാല എടുത്തിട്ടുണ്ട്. ബേ ലീവ്സ് ഉണ്ട്, പിന്നെ ഒരു 2-3 ചെറിയ കഷ്ണം ഡാൽച്ചിനി എന്ന് പറഞ്ഞാൽ ഡാൽച്ചിനിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 വലിയ ഏലക്ക ഉണ്ട്, പിന്നെ ജാതിപത്രിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഉള്ളി വഴറ്റാനിട്ടയിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 5-8 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. മെയിൻ പച്ചമുളകിൻ്റെ എരിവാണ്. പിന്നെ ഞാൻ 4 ചെറിയ ടൊമാറ്റോ കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ വഴറ്റി വെച്ച പച്ചക്കറികളും സോയാബീനും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഒരു ഹീപ്ഡ് ടീസ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ ഒരു 1 ഹീപ്ഡ് ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാലയ്ക്ക് ഇവർ പറയുന്നത് ഗോഡ മസാല എന്നാണ്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയൊന്ന് ഈ പച്ചക്കറി വഴറ്റി വെച്ചതിലേക്കിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. അരി എടുത്ത മാപ്പനുസരിച്ച് എത്ര 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4.5 മുതൽ 6 ഗ്ലാസ് വരെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല, അതിന് മുമ്പ് പുലാവ് റെഡിയായി. അതിൽ നമ്മൾ ഗാർണിഷ് ചെയ്തു. അതിൻ്റെ കൂടെ പുലാവിൻ്റെ കൂടെ ഇന്ന് കടിയാണുള്ളത്, അതുകൂടെ സാലഡും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.